ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സർപ്പത്തിൻ്റെ തല തകർത്തവളും നന്മ നിറഞ്ഞവളുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ 1824 ഡിസംബർ 8-ാം തീയതിയിലെ അവർണ്ണനീയ ദൈവം എന്ന തിരുവെഴുത്ത് വഴി 9-ാം പീയൂസ് മാർപ്പാപ്പ അമലോത്ഭവ സത്യം നിർവചിച്ചു. അഖണ്ഡവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെ സ്തുതിക്കും കന്യകയായ ദൈവമാതാവിൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പുകഴ്ചയ്ക്കും കത്തോലിക്ക സഭയുടെ പ്രചാരത്തിനുമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെയും നമ്മുടെയും അധികാരത്തോടുകൂടെ നാം അനുധാവനം ചെയ്യുകയും നിർവചിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുവെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുമാണ്. മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് 1858 മാർച്ച് 25-ാം തീയതി ലൂർദിൽ ദൈവമാതാവ് വിശുദ്ധ ബർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയുടെ അഭയം തേടുന്ന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമലോത്ഭവ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.